എല്ലാവർക്കും സാൻജോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇസ്രായേലിൽ നിന്ന് ജോലി നിർത്തി വന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വീട്. ഈ വീടിൻ്റെ ഹൗസ് വാമിംഗ് ഫംഗ്ഷനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് സീൻസ് ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതാണ് നമ്മുടെ ഗസ്റ്റ് റൂം. ഗസ്റ്റ് റൂമിൽ തന്നെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് TV യൂണിറ്റ്. പിന്നെ നേരെ ഡോർ തുറക്കുമ്പോൾ നേരെ കാണുന്ന അവിടെയാണ് നമ്മൾ പ്രെയർ യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് വീഡിയോസ് എടുത്തുള്ളൂ. വന്നു കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു. ഹൗസ് വാമിങ് May 13-നായിരുന്നു. നമുക്ക് ശരിക്കും വീഡിയോ ഇടാൻ സമയം കിട്ടിയില്ല, കാരണം കുറച്ച് സിക്കൊക്കെ ആയിരുന്നു. അവിടെ ഞാൻ വരുമ്പോൾ തണുപ്പായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ചൂട്, അങ്ങനെ കാലാവസ്ഥ പിടിക്കാതെ വന്നു. പനിയും ചുമയും അങ്ങനെയൊക്കെ ആയിരുന്നു. ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്നതാണ് എൻ്റെ പപ്പ പോയിട്ട് ഇപ്പോൾ 19 വർഷമാകുന്നു. ഇനി നമുക്ക് ആ ഫംഗ്ഷൻ്റെ വീഡിയോ കാണാം. നമ്മുടെ ഈ ഭവനത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ ഭവനം കർത്താവിനായിട്ട് സമർപ്പിച്ച് വെഞ്ചരിച്ച് ആശീർവദിച്ച് നമ്മൾ താമസിക്കുവാൻ തുടങ്ങുമ്പോൾ ഈശോയെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനായിട്ടും നിന്റെ ഹിതം നിറവേറ്റുവാനായിട്ടും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ഒരു ഭവനം. ഒരു കുടുംബത്തിൻ്റെ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഭവനമെന്ന് നമുക്കറിയാം. അപ്പോൾ അവർക്ക് കെട്ടുറപ്പുള്ള ഒരു ആലയം ദൈവം അവർക്ക് കൊടുക്കുമ്പോൾ, സംരക്ഷണത്തിനായിട്ട് അവർക്ക് ഇത് മാറുമ്പോൾ, അവരുടെ താമസവും അവരുടെ ജീവിതത്തിലെ എല്ലാ ആഗ്രഹങ്ങളും ഈ ഭവനത്തിലൂടെ നിറവേറുവാനായിട്ട് ദൈവം ഇടയാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇത് ഒരുമിച്ച് കൂടിയിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം. ദൂരദേശത്ത് നിന്ന് യാത്ര ചെയ്ത് ഈ ഭവനത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മത്തിലെത്തിയവരുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പ്രതീക്ഷയോടുകൂടി മക്കളും ഒക്കെ ഒരു നല്ല ഭവനം ആഗ്രഹിച്ചിട്ടുണ്ടാകും. അവർക്കെല്ലാം ദൈവം നൽകിയ ഒരു സമ്മാനമാണ് ഈ ഭവനം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവമേ ഈ ഭവനത്തിൽ താമസിക്കാൻ പോകുന്നവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ട കൃപാവരങ്ങൾ നൽകുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല എന്ന് അരുളി ചെയ്ത മിശിഹ ഈ ഭവനത്തിന്റെ പ്രകാശവും ഈ കുടുംബാംഗങ്ങൾക്ക് മാർഗദീപവുമായിരിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ ലോകത്തിലെ ഇഷ്ടാരൂപയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം. സഹോദരൻ, പുറപ്പാടിന്റെ പുസ്തകത്തിന്റെ വായന. കർത്താവ് ഈജിപ്തിലെ മോശയുടെ വാക്കാനോട് അരുൾ ചെയ്തു, ഈ മാസം ഞങ്ങൾക്ക് വർഷത്തിന്റെ ആദ്യ മാസമായിരിക്കണം. ഇസ്രായേൽ സമൂഹത്തോട് മുഴുവൻ പറയുവേൻ, ഈ മാസം 10-ാം ദിവസം ഓരോ കുടുംബത്തലവനും ഒരു ആട്ടിൻകുട്ടിയെ കരുതി വെക്കണം. ഒരു വീടിന് ഒരു ആട്ടിൻകുട്ടിയെ വീതം. ഈ മാസം 14-ാം തീയതി വരെ അതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സമൂഹം മുഴുവൻ തങ്ങളുടെ ആട്ടിൻകുട്ടികളാണ് സന്ധ്യയ്ക്ക് കൊല്ലണം. അതിന്റെ രക്തത്തിൽ നിന്നും കുറച്ചെടുത്ത് ആടിനെ ഭക്ഷിക്കുവാൻ കൂടിയിരിക്കുന്ന വീടിന്റെ 2 കട്ടക്കാലുകളിലും മേൽപ്പടിയിലും പൊറുക്കണം. ആ രാത്രി ഞാൻ ഈജിപ്തിലെ കടന്നു പോകും. ഈജിപ്തിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ആദ്യജാതികളെ ഞാൻ സംസ്കരിക്കും. ഈജിപ്തിലെ ദേവന്മാർക്കെതിരായി ഞാൻ ശിക്ഷോധി നടപ്പിലാക്കും.
ഞാനാണ് കർത്താവ്. കട്ടികളിൽ നിന്ന് രക്തം നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നതിന്റെ അടയാളമായിരിക്കും. അത് കാണുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകും. ഞാൻ ഈജിപ്തിനെ സംസ്കരിക്കുമ്പോൾ ആ ശിക്ഷ നിങ്ങളെ ബാധിക്കുകയില്ല. ലോകത്തിന്റെ പ്രകാശവും സകലത്തിന്റെയും ജീവനുമായ മിശിഹായി നിന്നെ ഞങ്ങളുടെ പക്കലേക്ക് അയച്ച അനന്തകാരുണ്യത്തിനെ എന്നേക്കും സ്തുതി. നമുക്ക് ശ്രദ്ധാവണമെന്ന പരിശുദ്ധ സുവിശേഷം ശ്രമിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യുമെന്ന് ജീവനെ കുറിച്ചോ എന്ത് ധരിക്കുമെന്ന ശരീരത്തെ കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലേ? ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. അവയെക്കാൾ എത്രയോ വിലപ്പെട്ടവരാണ് നിങ്ങൾ. ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു മുഴുവെങ്കിലും കൂട്ടുവാൻ നിങ്ങളിൽ ആർക്കെങ്കിലും സാധിക്കുമോ? വസ്ത്രത്തെ പറ്റിയും നിങ്ങൾ എന്തിനാ ആകുലകുലരാകുന്നു? വയലിലെ ലില്ലികൾ എങ്ങനെ വളരുന്നു എന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂല് നിൽക്കുന്നുമില്ല. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സോളമൻ പോലെ തന്റെ സർവ്വമഹത്വത്തിലും ഇവയിലൊന്നിനെ പോലെ അലങ്കൃതനായിരുന്നില്ല. ഇന്നുള്ളതും നാളെ അടുപ്പിലെറിയപ്പെടുന്നതുമായ പുല്ലിന് ദൈവം ഇപ്രകാരം അലങ്കരിക്കുന്നുവെങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ അവിടുന്ന് എത്രയധികം അലങ്കരിക്കുകയില്ല. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ആകുലകുലരാകേണ്ട. വിജാതിയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് എല്ലാവർക്കും സന്തോഷത്തോടെ ഭക്തിയോടെ കൂടെ സ്നേഹപിതാവായ ദൈവമേ ഈ കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധരായി വളരുവാൻ അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ മുദ്രിതമാകുന്ന ഈ ഭവനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. എല്ലാവിധ പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഈ ഭവനവും ഇതിൽ വസിക്കുന്നവരും വിമോചിതരും സുരക്ഷിതരുമാകട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹവാസം നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ തിരുഹൃദയമേ, ഈ കുടുംബത്തെയും ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങൾ അങ്ങേക്ക് പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴുന്നു. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണം. ഞങ്ങളോടുള്ള സ്നേഹത്താൽ മനുഷ്യനായി അവതരിക്കുകയും പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി ഞങ്ങളെ വീണ്ടെടുത്ത ദൈവമക്കളാക്കുകയും ചെയ്ത മിശിഹായി അങ്ങയുടെ മഹത്വത്തിനും ഞങ്ങളുടെ നന്മയ്ക്കുമായി ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്ന ഈ രൂപവും ഈ കുരിശ് രൂപങ്ങളെയും ജപമാലകളെയും ആശീർവദിക്കണമേ. ഈ രൂപത്തിന് മുൻപിൽ പ്രാർത്ഥിക്കുവാനായി ഒരുമിച്ച് കൂടുന്നവരുടെ യാചനകൾ സ്വീകരിച്ച് അവരെ അങ്ങേ അനുഗ്രഹിക്കുകയും നന്മയും നിലനിർത്തുകയും ചെയ്യണമേ, ഇപ്പോഴും
എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മച്ചിമാരെ